ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്ക് ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ചെറിയ പഴം വെച്ചിട്ട് ചെയ്തിട്ട് ഞാൻ ഇത്ര വരെ നോക്കിയിട്ടില്ല. അതുകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതൊന്ന് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 3 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 3 മുട്ടയില്ല, ഒരു മുട്ടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മുട്ട വെച്ചിട്ടായാലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ബ്രെഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 3 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് ഇതേ രീതിയിലൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിതിലേക്ക് 1/2 കപ്പ് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കിയുള്ള പാൽ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്കിപ്പോൾ ഒരു മുട്ടയൊക്കെയാണ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയം കുറച്ചധികം ഒഴിച്ചു കൊടുത്താൽ മതിയാകുമേ. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മളിതാ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ ആ ഒരു പീസൊക്കെ താഴ്ഭാഗത്ത് പറ്റിയിരിക്കുന്ന പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഒരു 1/2 കപ്പ് പാല് ബാലൻസ് ആയിട്ട് തന്നെയാണുള്ളത്. ഞാൻ ഇതിലേക്ക് ചേർത്തൊന്നും കൊടുക്കുന്നില്ല. ഇനി ഇത് നമ്മൾ ഇത്തിരി അടികട്ടിയുള്ള പാത്രത്തിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇത്തിരി നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ആ ഒരു പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തടവിയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്ന സമയത്ത് അടിയിലൊരു പാത്രം കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഇതൊന്ന് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ താഴെയാക്കിയിട്ടാണ് കേട്ടോ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റ് തന്നെ എടുക്കുന്നുണ്ട് ഇതൊന്ന് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇത്തിരി കിസ്മിസോ അല്ലെങ്കിൽ കാഷ്യൂ നട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു സമയം ഇതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുത്താൽ മതിയാകുമേ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ അതൊന്നും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആകുന്ന സമയം ഇത് വെന്ത് ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് അറിയാൻ കത്തി വെച്ചിട്ടൊന്ന് അതിൻ്റെ നടുഭാഗത്തൊന്ന് കുത്തി നോക്കിയാൽ മതിയാകും. അപ്പോൾ കറക്റ്റായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പാത്രത്തിൽ നിന്നും വിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തെ കളറൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഫ്രൈ പാനിലേക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തെ ആ ഒരു കളറൊന്നും മാറിക്കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയം നന്നായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് ഐറ്റം തന്നെയാണ് ഇത്. അപ്പോൾ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് അത്രേ വേണ്ടൂ ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയല്ലേ ഇത്. അപ്പോൾ ഇതേ രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.